ഹലോ ഫ്രണ്ട്സ്, ട്രാവൽ ട്രെൻഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നിൽക്കുന്നത് മൗണ്ട് സത്രം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. മൗണ്ട് സത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേക്കടിക്കടുത്ത് കുമളിക്കടുത്ത് വണ്ടിപ്പെരിയാർ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നും ഒരു 13 കിലോമീറ്റർ ഉള്ളിലോട്ട് മാറിയിട്ടുള്ള ഒരു ഗ്രാമമാണ് സത്രം. മൗണ്ട് സത്രം എന്നാണ് ഈ സ്ഥലത്തിന് പേരറിയപ്പെടുന്നത്. ഈ ഒരു സത്രത്തിൻ്റെ വിശേഷങ്ങളും ചരിത്രങ്ങളൊക്കെ ഇതിന് മുൻപേ ഉള്ള വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ സത്രം വരെ എത്തിയ കാഴ്ചകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം വരുന്ന വീഡിയോ ആണ് മൗണ്ട് സത്രത്തിലെ ടോസ് എന്ന് പറഞ്ഞത് ദ ഔട്ട് ഓഫ് സ്പേസ് സത്രം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാമ്പിംഗ് സൈറ്റിലാണ് ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ. ഈ ഒരു ക്യാമ്പിംഗ് സൈറ്റ് മറ്റ് ക്യാമ്പിംഗ് സൈറ്റ് പോലെ ടെൻറ്റ് സ്റ്റേയോ കാര്യങ്ങളൊന്നുമല്ല. ഇവിടെ ഗ്ലാസ് ഹൗസ് ഉണ്ട്, ഫ്രെയിം ഹൗസ് ഉണ്ട്, അങ്ങനത്തെ വ്യത്യസ്തമായിട്ടുള്ള കുറേ നമ്മുടെ നാട്ടിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ ഇല്ലാത്ത വളരെ വിരളമായിട്ടുള്ള കുറച്ച് ക്യാമ്പിംഗ് മെത്തേഡ്സാണ് അല്ലെങ്കിൽ ക്യാമ്പിംഗ് സൈറ്റുകളാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ പുതിയതായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ബെല്ലൈക്കൺ ഓൾ അടിച്ച് കഴിഞ്ഞാൽ വരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ എത്തും. നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത് ഈ കാണുന്ന ടോസിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഈ ഒരു ഗ്ലാസ് ഹൗസിൻ്റെ ഉള്ളിലാണ്. അടിപൊളി ഒരു സംഭവമാണ്. നോക്കി, ഈ ഒരു ഗ്ലാസ് ഹൗസിൻ്റെ ഉള്ളിലാണ് നമ്മുടെ സ്റ്റേ വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ വേറെ രീതിയിലുള്ള ഫ്രെയിം ഹൗസുകൾ ഒരുപാടുണ്ട്. ആ കാണുന്ന ഒരു ഫ്രെയിം ഹൗസാണ്. അതുപോലെ തന്നെ ഇതേ അതിൻ്റെ മുകളിൽ കാണുന്ന ഫ്രെയിം ഹൗസാണ്. പിന്നെ ഇത് ഇവിടെ ഈ ഒരു മുകളിലും ഫാമിലീസിനായിട്ടുള്ള ഫ്രെയിം ഹൗസ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. പിന്നെ ഈ കാണുന്നതാണ് ഇവിടുത്തെ മെസ് ഏരിയ അല്ലേ. ഇവിടെയാണ് ഫുഡ് കാര്യങ്ങളെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ നോക്കി, വളരെ അടിപൊളി രീതിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവരെനിക്കിവിടെ വന്നപ്പോൾ തന്നെ ഉണ്ടല്ലോ അടിപൊളി ഒരു ടീ തന്നു. കറുകപ്പട്ടയായിരുന്നു അതിൻ്റെ അകത്ത്. അത് ഒഴിച്ച് നമുക്ക് കുടിക്കുമ്പോൾ തന്നെ അതിനകത്ത് ഭയങ്കര ഫീല്. ഇത് സത്രത്തിലെ സ്പെഷ്യൽ ടീ ആണ്. ഇവനാണ് ഞാൻ പറഞ്ഞ സ്പെഷ്യൽ സാധനം. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു കറുകപ്പട്ടയാണ് ഫുൾ അതിൻ്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. പൊള്ളി എന്ന് പറഞ്ഞാൽ പൊള്ളി. ഗ്ലാസ് ഹൗസ് കണ്ട് തന്നെയാണ് സത്രത്തിലെ ഈ ഒരു ടോസിലേക്ക് വന്നത്. അപ്പോൾ എന്തായാലും ദേ നമ്മുടെ ഗ്ലാസ് ഹൗസ് ഇതാണ്. അപ്പോൾ നമുക്കതിൻ്റെ ഉള്ളിലൊന്ന് കയറി നോക്കാം എങ്ങനെയാണ് അതിൻ്റെ രീതികളെന്നുള്ള കാര്യം. സ്റ്റെപ്പ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അത് കയറി ഒന്ന് കുനിഞ്ഞ് കിടക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്ലാസ് ഹൗസ് വരുന്നത്. ഇതിൻ്റെ അകത്ത് നൈറ്റ് ടൈമാണ് നമുക്ക് സ്റ്റേ പറ്റുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഒരു പൊളി വൈബാണ്. നോക്കി, ഫുൾ ഗ്ലാസ്സിൽ തീർത്തിരിക്കുന്ന ഒരു സംഭവം കേട്ടോ. അപ്പോൾ അടുത്തതായിട്ടുള്ള എ ഫ്രെയിം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എന്താ പറയുക സ്റ്റേയുടെയാണ്. അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ ഉൾവശമൊക്കെ ഒന്ന് ജസ്റ്റ് കാണാം. അടിപൊളി. ഇതെല്ലാം ഓരോ കൺസെപ്റ്റായിട്ട്. ഇതിൽ ചെറിയ ചെയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇതേ പ്ലഗ് പോയിന്റ് വരുന്നുണ്ട്. അതുപോലെ എൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു സൈഡിലേക്കുള്ള വ്യൂ ആണ്. അപ്പോൾ നമ്മൾ ഈ ഫ്രെയിം ഹൗസിൻ്റെ ഉള്ളിൽ നിന്ന് കാണുന്ന വ്യൂ ആട്ടോ ഇത്. ഇതുപോലെ തന്നെ ഗ്ലാസ് ഹൗസിൻ്റെ ഉള്ളിൽ നിന്ന് അതിമനോഹരമായിട്ടുള്ള വ്യൂ തന്നെയാണ്. ഇതാണ് അതിൻ്റെ ഒരു ടോട്ടൽ ഉൾവശം. മുകളിലൊരു ബൾബ് കാര്യങ്ങളെല്ലാം കൊടുത്ത് സെറ്റ് ചെയ്തേക്കുന്നത്. കൊള്ളാം, അടിപൊളി ആണ് ഫ്രെയിം ഹൗസ് എന്ന് പറഞ്ഞ സംഭവം. കൊള്ളാം. ഹണിമൂണിനൊക്കെ പറ്റിയ അടിപൊളി ഒരു സ്പോട്ടാട്ടോ. ഹണിമൂൺ കപ്പിൾസിനൊക്കെ പറ്റുന്ന, അതുപോലെ തന്നെ എന്താ പറയുക വെഡ്ഡിങ് ഫോട്ടോ ഷൂട്ടിങ്ങിനൊക്കെ പറ്റുന്ന നല്ല അടിപൊളി ഫ്രെയിം കാര്യങ്ങൾ കിട്ടുന്ന ഒരു ഏരിയ ആണ്. ഇനി അതുപോലെ തന്നെ അടുത്തൊരു ഇതാണ് ആ കാണുന്നത്. അതിനകത്തും ജസ്റ്റ് ഒന്ന് കയറി അതിൻ്റെ ഉൾവശമൊക്കെ ഒന്ന് കാണാം. പറഞ്ഞ ടവർ ഹൗസിൻ്റെ ബാൽക്കണിയിലാണ് നിൽക്കുന്നത്. ഈ കാണുന്ന ഈ ഒരു ടോസിലെ സൺറൈസ് കാണാൻ പറ്റുന്ന ഏറ്റവും അടിപൊളി വ്യൂ പോയിൻ്റ് ആണ് ഈ ടോസിലെ ഈ കാണുന്ന ഈ ടവർ ഹൗസ്. ഇത് കണ്ടില്ലേ, അതിൻ്റെ ആ ഒരു ബാൽക്കണിയിലൂടെയാണ് നമ്മൾ നടക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഹണിമൂൺ കപ്പിൾസിന് പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്പോട്ട് തന്നെയാണ്. അപ്പോൾ നമ്മളിതേ
ആ ഒരു സത്രത്തിലെ ടവർ ഹൗസിൻ്റെ ഉള്ളിലാണ്. ടവർ ഹൗസ് എന്ന് പറയുമ്പോൾ തന്നെ നോക്കി ആ ഒരു ഉയരം കൂടി പ്രദേശത്ത് സെറ്റ് ചെയ്തേക്കുന്നതാണ്. അടിപൊളി ബെഡും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ അത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ലൈറ്റിങ് കാര്യങ്ങളെല്ലാം ചെയ്ത് അടിപൊളിയുണ്ട്. ഈ ലൈറ്റ് വരുമ്പോൾ തന്നെ ഇതിനൊരു നല്ല ഒരു തിളക്കം കേട്ടോ. അതുപോലെ ഈ ഒരു ഇതിൽ നിന്നുള്ള പുറത്തോട്ടുള്ള വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ടോ, ഒരു മലകളുടെയൊക്കെ ഒരു വ്യൂ ആണ്. അതുപോലെ തന്നെ മറ്റ് ക്യാമ്പിംഗ് സൈറ്റുകളൊക്കെ തൊട്ട് അടുത്തടുത്ത് തന്നെ ആയിട്ടുണ്ട്. ഈ കാണുന്ന 3 എണ്ണത്തിൽ അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ല. ബാത്റൂം സെപ്പറേറ്റ് താഴെയാണ് വരുന്നത്. ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഒരു എ ഫ്രെയിം ഹൗസ് ആണ്. ഇതിനകത്ത് അറ്റാച്ച്ഡ് ബാത്റൂം കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതിലേക്കൊന്ന് കയറി നോക്കാം എങ്ങനെയുണ്ടെന്ന്. നോക്കി ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും ഓൾമോസ്റ്റ് ഫുൾ വ്യൂ നമുക്ക് 360 കിട്ടും. അപ്പോൾ അതിന് ശേഷം ഈ സൈഡിലേക്കൊക്കെ നമുക്ക് നല്ല വ്യൂ പോയിൻ്റ് കാര്യങ്ങളെല്ലാം ഇവിടെ കിട്ടുന്നുണ്ട്. ഈ ഒരു എ ഫ്രെയിം ഹൗസിൻ്റെ ഉള്ളിലോട്ട് കയറി വെക്കാം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഫ്രെയിം ഹൗസാണിത്. ഇതിൽ ഇച്ചിരി ഫെസിലിറ്റീസ് കൂടുതലുണ്ട്. നോക്കി 2 ബെഡാണ് വരുന്നത്. ഫാമിലീസിനൊക്കെ യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള 2 വലിയ ബെഡുകൾ വരുന്ന ഒരു ഫ്രെയിം ഹൗസ്. അതുപോലെ തന്നെ ഫാൻ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പവർ സപ്ലൈ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം എല്ലാത്തിലും പവർ സപ്ലൈ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം ഒരു 3-4 പേർക്ക് കിടക്കാവുന്ന രീതിയിലുള്ള ബെഡാണ്. അതിൽ ചെറിയൊരു സോഫ, 2 സൈഡിൽ ഇരിക്കാനുള്ള ഫെസിലിറ്റി, അങ്ങനെ എല്ലാ സംഭവവും കൊടുത്തിട്ടുള്ള ഒരു ബിഗ് ആയിട്ടുള്ള ഒരു ഫ്രെയിം ഹൗസാണിത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സൈഡിൽ തന്നെ ബാത്റൂം ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ഈ ടോയ്ലറ്റ് ഫെസിലിറ്റി കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഒരു സിമ്പിളായിട്ടുള്ള ടോയ്ലറ്റ് ഫെസിലിറ്റി. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ഇവിടെ വൈകിട്ടൊക്കെ നിന്ന് ഈ ഒരു വ്യൂ ഒക്കെ കണ്ട് സൺസെറ്റൊക്കെ കണ്ട് ഇരിക്കാൻ നല്ല അടിപൊളിയാണ്. സൂപ്പർ വ്യൂ എന്ന് പറഞ്ഞാൽ സൂപ്പർ വ്യൂ. ഇതുപോലത്തെ കൺസെപ്റ്റിലുള്ള ഒരു എന്താ പറയുക സ്റ്റേ ഫെസിലിറ്റി കേരളത്തിൽ അങ്ങനെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത് വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത്. ടോസ് അത്രയും വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത്. കേരളത്തിലെ സൈറ്റ് സീയിങ് വ്യൂ പോയിന്റുകളെല്ലാം കാണാൻ വേണ്ടിയിട്ട് പയ്യെ വൈകുന്നേരം ഇറങ്ങിയേക്കും കേട്ടോ. അപ്പോൾ ഗസ്റ്റുകളൊന്നും എത്തിയിട്ടില്ല. കുറച്ച് ഗസ്റ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴായിരിക്കും അവരെത്തുന്നത്. ഞാൻ കുറച്ച് നേരത്തെ എത്തി. അപ്പോൾ നേരത്തെ എത്തിക്കഴിഞ്ഞപ്പോഴത്തെ എനിക്ക് നോക്കി നല്ല അടിപൊളി വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ ഇവിടുത്തെ ബ്രോ ഉണ്ട്. ആ ബ്രോയുടെ കൂടിയിട്ടാണ് ഇപ്പോൾ ഈ കാണുന്നതാണ് സത്രം വ്യൂ പോയിന്റ്. ഈ ഒരു കല്ലിൽ നിന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം താഴോട്ടുള്ള നല്ല കിടിലൻ വ്യൂ കിട്ടുന്നൊരു ഏരിയ ആണ്. നമ്മുടെ ക്യാമ്പിംഗ് സൈറ്റിൻ്റെ തൊട്ട് അടുത്തായിട്ട് തന്നെയാണ് ഈ വരുന്നത്. ഇതേ കാണുന്നതാണ് നമ്മുടെ ക്യാമ്പിംഗ് സൈറ്റ് വരുന്നത്. അപ്പോൾ ഏറ്റവും മെയിനായിട്ടുള്ള ആ ഒരു സത്രത്തിലെ വ്യൂ പോയിന്റിലാണ് നമ്മൾ നിൽക്കുന്നത്. എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല കേട്ടോ. താഴേക്കൊക്കെ എന്ന് പറഞ്ഞാൽ അപാര വ്യൂ ആണ്. അതുപോലെ തന്നെ അതിഭീകരമായിട്ടുള്ള ഒരു വലിയ കൊക്കയും കൂടെയാണ് ഇത്. അപ്പോൾ സേഫാണ്, കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നോക്കിയും കണ്ടൊക്കെ നിന്നാൽ മതി. നല്ല രസമുള്ള ഒരു വ്യൂ പോയിന്റ് നമ്മുടെ ക്യാമ്പിംഗ് സൈറ്റിൻ്റെ തൊട്ട് അടുത്തായിട്ടാണ്. അപ്പോൾ എന്താണെങ്കിലും ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തൊരു ലൊക്കേഷനിലേക്ക് പോവാം. അമ്പോ ഒന്നും പറയാനില്ല കേട്ടോ. അത്യുഗ്രൻ വ്യൂ ആണ്. അങ്ങ് മലയിലൊക്കെ നിറയെ ഇതുപോലെ മഞ്ഞും, ഇതേ സൈഡിലേക്ക് നല്ല വെയിലടിക്കുന്നുണ്ട്. നമ്മുടെ ഈ കാണുന്ന ആ സൺറൈസ് പോയിന്റിൽ മെയ്യുന്ന ആട്ടിൻ കൂട്ടങ്ങളാട്ടോ. ഇപ്പം നമ്മൾ ഈ മുകളിൽ ഇവിടെ ഈ സൺറൈസ് പോയിന്റിൽ വന്നപ്പോൾ ഇവർ അന്യായ ഇൻസ്റ്റാഗ്രാം റീൽസിന് വേണ്ടിയിട്ടുള്ള ഡാൻസും പരിപാടിയൊക്കെ ആയിരുന്നു കേട്ടോ. ഇത് കളിക്കടാ, ഞങ്ങളൊന്ന് കാണണ്ടേ. 360 വ്യൂ പോയിന്റ് വരുന്ന ഒരു സ്ഥലമാണ്. ആ കാണുന്നതാണ് നമ്മുടെ ക്യാമ്പിംഗ് സൈറ്റ് ടോസ് വരുന്നത്. അതുപോലെ തന്നെ ഇതുണ്ടോ, ഇവിടെ നിന്ന് ഈ സത്രത്തിൻ്റെ ഒരു ഓവറോൾ ഫുൾ വ്യൂ നമുക്ക് ഇതിനകത്ത് കിട്ടും. അപ്പോൾ നമ്മൾ ഈ വ്യൂ പോയിന്റിൽ നിന്ന് ഇപ്പോൾ കാണുന്ന ഓപ്പോസിറ്റ് മലയിൽ കാണുന്ന ഒരു വെള്ളച്ചാട്ടമുണ്ട് കേട്ടോ. ആ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശബരിമലയിൽ മകരജ്യോതി തെളിയുന്ന ആ ഒരു സ്ഥലത്ത് നിന്നും വരുന്ന ഒരു വെള്ളച്ചാട്ടമാണ്. അതുപോലെ തന്നെ ഈ ഒരു മലയുടെ മുകളിൽ എവിടെയൊക്കെ ആയിട്ട് ഓരോ ബിൽഡിങ്ങുകളുണ്ട്. അതൊക്കെ ഫോറസ്റ്റ് സ്റ്റേഷനുകളാണെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു സൈഡിലൊക്കെ ഫുള്ള് മൂടി കിടക്കുവാണ്, അതായത് ഇതാണ്. പക്ഷേ ഈ ഒരു സൈഡിലോട്ട് വരുമ്പോൾ ഒരു വ്യത്യസ്തമായിട്ടുള്ള കാഴ്ച നോക്കി. ഫുൾ ഒരു സ്വർണ്ണ കളറിൽ കാണുന്നത് സൂര്യൻ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നതാണ്. അവിടെ മഴക്കാറില്ല ആ ഒരു മലയിൽ. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ള ഭംഗിയുള്ള വെയിലടിക്കുന്ന കാഴ്ചകൾ നമുക്ക് ഇവിടെ നമുക്ക് കിട്ടും. കുറേ ആക്ടിവിറ്റീസിന് വേണ്ടിയുള്ള സംഭവം കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒരു ഊഞ്ഞാല് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നൈസായിട്ട് ഈ വൈകുന്നേര സമയമൊക്കെ ആണെങ്കിൽ ഈ കാറ്റ് കൊട്ടുകൊണ്ട് ഇതൊക്കെ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. അയ്യോ, ഇത് 360 ഡിഗ്രിയിൽ കറങ്ങി ആടുന്ന ഒരു പ്രത്യേകതരം ഊഞ്ഞാലാണ്.
ബാർബിക്യൂ കാര്യങ്ങളെല്ലാം ചെയ്യാം, ഗ്രിൽഡൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. അതുകൂടാതെ അത് ഇവിടെ ഇരുന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഇരിക്കാൻ ഭാഗത്തുള്ള സെറ്റപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെ ഇതൊക്കെ ഈ ഗ്ലാസ് ഹൗസിന് തൊട്ട് ചേർന്ന് തന്നെ ടെൻറ്റ് സ്റ്റേയുടെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. ഈ ടെൻറ്റ് അവർ ഉദ്ദേശിക്കുന്നത് എക്സ്ട്രാ വരുന്ന ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടെൻറ്റ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതൊക്കെ ഇവിടെ ഈ കിടക്കാൻ വേണ്ടി ഇതിൻ്റെ അകത്ത് കയറി കിടക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഈ കാണുന്ന ഗ്ലാസ് ഹൗസിനും ആ ഫ്രെയിം ഹൗസിനും ഒക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് ടോയ്ലറ്റ് ഫെസിലിറ്റി കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഏരിയയിലാണ് ടോയ്ലറ്റ് ഫെസിലിറ്റി വരുന്നത്. ഇതിൻ്റെ താഴേക്ക് ഏലക്കാടും അതുപോലെ തന്നെ താഴേക്ക് വല്ല വ്യൂ പോയിൻറ്റും കാര്യങ്ങളാണ്. അപ്പോൾ ടോയ്ലറ്റ് കാര്യങ്ങളെല്ലാം ഈ ഒരു ഏരിയയിലാണ് വരുന്നത്. അപ്പോൾ മൊത്തത്തിൽ നോക്കി നല്ലൊരു വ്യൂ പോയിൻ്റാണ് ഇവിടെ. ഈ ഒരു പേരയ്ക്ക് പഴുത്ത് കിടക്കുന്നുണ്ട്, അത് നമുക്കൊന്ന് പറിച്ചു നോക്കാം. നമുക്കൊരു ചെറിയ പേരയ്ക്ക് കിട്ടിയിട്ടോ, അത് ചെറിയ സൈസിലുള്ള പേരയ്ക്കാണ്. മൂത്തോട്ടോ, ചുവന്ന കളറുള്ള പേരയ്ക്കാണ് ഇപ്പം കിട്ടിയത് അവിടെ നിന്ന്. നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ വേറൊരു കാര്യം, ഇവിടെ എല്ലാം ലൈറ്റിങ് സെറ്റ് ചെയ്തേക്കുന്നത് ഇപ്പോൾ റാന്തൽ ആ വിളക്കിൻ്റെ സെറ്റപ്പിലാണ്. ചെറിയ ബൾബൊക്കെ സെറ്റ് ചെയ്തിട്ട് ബൾബാണ് അതിൻ്റെ ഉള്ളിലിട്ടേക്കുന്നത്. എങ്കിലും നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ഒരു പഴമ നിലനിർത്തിക്കൊണ്ടാട്ടോ എല്ലാം സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പം ഇങ്ങനെ കിടക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ ടെൻറ്റിൻ്റെ അടുത്ത് തന്നെ. കൊള്ളാം, പൊളി വൈബ്, പൊളിസാനം യോ നല്ല രസം. എന്നെ ആട്ടി വിടാൻ ആരും ഇല്ലാതുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അടിപൊളി, നല്ല കാറ്റാട്ടോ, സൂപ്പർ കാറ്റ്. അപ്പം ഇങ്ങനെ നേരത്തെയൊക്കെ വരുവാണെങ്കിൽ ഈ കാറ്റും ഈ സൺസെറ്റൊക്കെ ആസ്വദിച്ച് ഇതുപോലെ കിടക്കാം. വൈകുന്നേരം ചായയൊക്കെ കുടിച്ച് ട്രക്കിങ്ങൊക്കെ പോയി എന്താ പറയുക എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നമ്മുടെ ഇവിടെ വന്നു, നമ്മുടെ ക്യാമ്പിംഗ് സൈറ്റിൽ വന്നു. നമ്മളിപ്പോൾ നല്ല മഞ്ഞിറങ്ങിയേക്കുന്ന കാഴ്ചയാണ്. ഇവിടെ എല്ലാം ഫുള്ള് മഞ്ഞായി. അപ്പോൾ ആ മഞ്ഞൊക്കെ ആസ്വദിച്ച് നല്ല കറുകപ്പട്ടയൊക്കെ ഇട്ട നല്ല അടിപൊളി ഒരു ചായയും കുടിച്ച് ഈ മഞ്ഞൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കും കേട്ടോ. ഫുൾ മഞ്ഞ് കയറിക്കോട്ടോ. അതേ നോക്കി, എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല. നമ്മളിവിടെ വന്ന സമയത്തുള്ളൊരു ക്ലൈമറ്റ് അല്ല ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഫുൾ മഞ്ഞ് കയറി മൊത്തം മൂടിയേക്കുവാണ്. ചിൽ വൈബ്. അതുപോലെ തന്നെ ചെറിയ കാറ്റും ഉണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. ഭയങ്കര ഒരു കാറ്റും തണുപ്പൊക്കെയാണ് ഇപ്പം. ആ ഒരു സമയത്ത് ഇവിടെ നല്ല കട്ടനൊക്കെ അടിക്കുന്നത് നല്ല ഫീലാണ്. നമ്മളിതേ ഗ്ലാസ് ഹൗസിന്റെ ഉള്ളിലാട്ടോ. ഞാൻ ചുമ്മാ ജസ്റ്റ് കയറി കിടന്നു. നൈറ്റ് ആയിട്ടില്ല, ഇരുട്ടി വരുന്നു. എങ്കിലും നല്ല ഫുൾ മഞ്ഞും കാഴ്ചകളുമാണ്. പുറത്തൊക്കെ ഫുൾ മഞ്ഞാണ്. അപ്പൊ നമ്മളെല്ലാം കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇതിന്റെ ഉള്ളിലോട്ടൊന്ന് കയറി അങ്ങ് കിടന്നു നോക്കിയതാണ്. കഴിയുമ്പോഴത്തേനും ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് കാണാം നല്ല മഞ്ഞിറങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഈ ഗ്ലാസ് ഹൗസിന് മൂടി മഞ്ഞാണ് എപ്പോഴും. മിക്കപ്പോഴും കാറ്റങ്ങ് വരുമ്പോഴത്തേനും ഇത് ഫുൾ മൂടിപ്പോവും. അതുപോലെ തന്നെ ആ ഫ്രെയിം ഹൗസും അതൊക്കെ അതുപോലെ അതേ അവസ്ഥയിലാണ്. ഫുൾ മഞ്ഞ് മൂടി നിൽക്കുന്ന ഒരു വ്യൂ ആണ് ഇപ്പോൾ മൊത്തത്തിൽ. ശരിക്കും പറഞ്ഞാൽ ഈവനിങ് ആകുമ്പോഴാണ് ശരിക്കും ഒരു പൊളി വൈബ് ആവുന്നത് കേട്ടില്ലേ. അപ്പോൾ നമ്മുടെ ഡിന്നർ ഇതാണ്. ചിക്കൻ, ഗ്രിൽഡ് ചിക്കനുണ്ട്, അതുപോലെ തന്നെ ചപ്പാത്തി ഉണ്ട്, പൊറോട്ട, ചിക്കൻ കറി. അപ്പോൾ ഇതെല്ലാം പിന്നെ നമ്മുടെ സ്പെഷ്യൽ ടീ സംഭവം എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മുടെ ഡിന്നർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഡിന്നർ കഴിക്കാനുള്ള പരിപാടി കേട്ടോ. അച്ഛന്മാരെ നമ്മൾ ഡിന്നറൊക്കെ കഴിച്ചിട്ട് നമ്മൾ നമ്മുടെ ഗ്ലാസ് ഹൗസിൻ്റെ ഉള്ളിലാട്ടോ. അപ്പോൾ ഇച്ചിരി ലൈറ്റ് കുറവുള്ളതുകൊണ്ടാണ് ഞാൻ ഫ്ലാഷ് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് പറയുന്നത്. അപ്പോൾ ഡിന്നറൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി കിടക്കണം. നാളെ നേരം വെളുത്തിട്ട് ഇനി കാണാം. നമുക്ക് കുറേ അടിപൊളി പ്രോഗ്രാംസ് ഉണ്ട് നാളെ രാവിലെ. മുകളിലോട്ട് നോക്കുമ്പോൾ നക്ഷത്രങ്ങളൊക്കെ കാണാം കേട്ടോ, കൊള്ളാം. പിന്നെ അത് മാത്രമല്ല ഫുൾ ഈ സൈഡിലൊക്കെ മിസ്റ്റ് പിടിച്ചിട്ട് നല്ല രസമുണ്ട്. അപ്പോൾ ലൈറ്റിങ് കാര്യങ്ങളൊക്കെ ഒരു ഡ്രീമായിരുന്നു. അപ്പോൾ ആ ഡ്രീം ഇന്ന് സാധിച്ചു.
ഗുഡ് മോർണിംഗ്. അപ്പോൾ നേരം വെളുത്തു, രാവിലെയായി. നമ്മൾ സൺസെറ്റ് കാണാൻ വേണ്ടി എണീക്കാമെന്ന് ഓർത്താണ്, പക്ഷേ എൻ്റെ അകത്ത് കിടന്നിട്ട് നേരം വെളുത്ത് അറിഞ്ഞില്ല. അപ്പോൾ എന്താണല്ലോ കിടില എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. പൊളി വൈബ്. എന്താ പറയുക, നമ്മൾ ചന്ദ്രനെയൊക്കെ കണ്ട് കിടക്കാം. നക്ഷത്രങ്ങളൊന്നും കണ്ടില്ലെങ്കിലും ചന്ദ്രൻ ഇങ്ങനെ നമ്മൾ മോളിൽ കൂടെ ഇങ്ങനെ കടന്നു പോയി നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റി. പിന്നെ അതെ, നല്ല അടിപൊളി ഫുൾ മിസ്റ്റാണ്. ഗ്ലാസ്സൊക്കെയൊക്കെ ഫുള്ള് മിസ്റ്റ് കയറിയേക്കുവാണ്. അപ്പം ഒന്നും ചുറ്റുമുള്ളൊന്നും കാണാൻ പറ്റില്ല. ഇതുണ്ടല്ലേ, ഒന്നും കാണാൻ പറ്റില്ല. ഫുൾ മിസ്റ്റാണ് ഇതിന് ചുറ്റും. ഫുൾ മിസ്റ്റ് കയറിയേക്കുവാണ്. മൊത്തം മഞ്ഞാണ്. എനിക്കിങ്ങനെ ചില്ല് തൂക്കണ കാണുമ്പോൾ നമ്മുടെ ജഗതി കിലുക്കത്തിൽ ഇങ്ങനെ ഗ്ലാസ്സിൽ വന്നിട്ട് നക്കി മിസ്റ്റ് തുടച്ച് കളയുന്നില്ലേ, അതായിട്ട് ഓർമ്മ തന്നെ. ഫുൾ വ്യൂ, പുറത്തെ വ്യൂ കാണണമെങ്കിൽ നമ്മൾ ഈ മഞ്ഞിങ്ങനെ തുടച്ച് കളഞ്ഞാൽ മാത്രമേ പറ്റുള്ളൂ. കാരണം നിറച്ച് രാത്രിയെല്ലാം മിസ്റ്റ് കയറി അടഞ്ഞ് വ്യൂ എല്ലാം പോയേക്കാണ്. സൈഡിലേക്കുള്ള വ്യൂ, ആ സൈഡിലേക്കുള്ള ഒരു വ്യൂ ആണ് ഹൈലൈറ്റ്. കാണിച്ചാൽ കേട്ടോ മലകളുടെയൊക്കെ ഒരു വ്യൂ വന്നത്. ഓമ്പോ താഴേക്ക് ഫുൾ മഞ്ഞിങ്ങനെ കെട്ടിക്കിടക്കുന്ന കാഴ്ചയാണേ. വിശദമായിട്ട് നമുക്ക് കാണാം. ഗ്ലാസ്സൈഡൊക്കെ മഞ്ഞാണ്. ഇതിങ്ങനെ ഓപ്പൺ ചെയ്യുന്ന ഗ്ലാസ് ആട്ടോ. നമുക്ക് നൈറ്റ് ക്ലോസ് ചെയ്ത് വെക്കാം, അതല്ലെങ്കിൽ ഇതിങ്ങനെ പൊക്കി പുറത്തോട്ട് ഇറങ്ങണം. ഇങ്ങനെ ക്ലോസ് ചെയ്യാം. ഇവിടെ ഇങ്ങനെ ക്ലോസ് ചെയ്ത്, അതാണ് അതിൻ്റെ ഡോറ് കാര്യങ്ങളെല്ലാം വരുന്നത്. അമ്പോ നോക്കിയാൽ മോർണിംഗ് വ്യൂ. അപ്പോൾ നമുക്ക് ഇത് ഇവിടെ മഞ്ഞിൻ്റെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ആ സൈഡിലാണ് സൺറൈസ് വരുന്നത്. ഇപ്പോൾ പക്ഷെ നല്ല മഴക്കാറുള്ളതുകൊണ്ട് സൺറൈസ് കാണാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. ഈ ഒരു വൈബാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. മഞ്ഞിങ്ങനെ കെട്ടിക്കിടക്കുക താഴോട്ട്, ആ മലനിരകളുടെ മൊത്തം ആ ഒരു വ്യൂ ഫുള്ള് നമുക്കിവിടെ കിട്ടും കേട്ടോ. സൂര്യൻ അവിടെ ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട്. മഴക്കാറുണ്ടെങ്കിൽ പോലും നന്നായിട്ട് കാണാൻ പറ്റും. നമ്മൾ അമ്പോ നോക്കി ആ സൈഡിൽ നിന്ന് സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്നതിൻ്റെ കാഴ്ചയാണ്. അപ്പോൾ കാർമേഘങ്ങളുണ്ടെങ്കിലും ആ ഒരു മോർണിംഗ് വൈബ് നമുക്ക് ശരിക്കും കാണാൻ പറ്റും കേട്ടോ ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഞാൻ എൻ്റെ ലൈഫിൽ ഇത്ര മനോഹരമായിട്ടുള്ള ഒരു സൺറൈസ് കണ്ടിട്ടില്ല. കാര്യം ഈ നമ്മൾ ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് കൃത്യ ലൈറ്റ്, മഴവില്ല് അമ്പോ. ഇന്നത്തെ മോർണിംഗ് ഒരു സ്പെഷ്യൽ വൈബായി പോയിട്ടോ. നമ്മുടെ ഈ ടോസിൻ്റെ ഫ്രണ്ടിൽ തന്നെ കിട്ടിയില്ല സൺറൈസും അതുപോലെ തന്നെ സൂപ്പർ ഒരു മഴവില്ലും എൻ്റെ പുറയിലുണ്ട് കേട്ടോ. പൊള്ളി കിട്ടില്ല. നല്ല മഴ, പൊടി മഴ പെയ്യുന്നുണ്ട് ശരിക്കും. ഓ റൈസും കണ്ടു, അതുപോലെ തന്നെ മഴവില്ല് കണ്ടു. അങ്ങനെ കിടിലൻ ഒരു ആംബിയൻസിൻ്റെ കാഴ്ചകളാണ്. പക്ഷേ ചെറുതായിട്ട് മഴ സ്പ്രേ പോലെ പൊടിയുന്നുണ്ട്. பேர் சொல்லு. பவீன். எந்த கிளாஸுக்கு படிக்கணே? 3ஆம் கிளாஸ். 3ஆம் கிளாஸா? உங்களுக்கு யாரை பிடிக்கும்? ഫിലിം സ്റ്റാർ. എന്നുവെച്ചാ സിനിമ നടികരൊന്നും പിടിക്കാതെ? വിജയ് പിടിക്കാതാ? അജിത്ത് പിടിക്കാതാ? അജിത്ത് പിടിക്കും. തലഫാനാ? ரொம்ப பிடிச்ச ஃபிலிம் எது? ரொம்ப பிடிச்ச படம் எது? படம் சர்க்கார். அது அஜித் படமா? அது விஜய் படம் தானே? விஜய் படம். ஓகே.
ஒரு ஹாய் சொல்லு. ஹாய். ஹாய். உங்களுக்கு பஸ் பிடிக்கும் இல்லையா? பஸ் பிடிக்கும். என்ன பஸ் பிடிக்கும்? கேஎஸ்ஆர்டிசி பிடிக்கும். கேஎஸ்ஆர்டிசி பிடிக்குமா? பச்சை பஸ் பிடிக்கும். எனக்கு பிடிக்கும் கேஎஸ்ஆர்டிசி ரொம்ப. பச்சை கலர் பஸ் பிடிக்கும். பச்சை கலரா? எக்ஸ்பிரஸா? எக்ஸ்பிரஸ் என்னமோ ஒரு பஸ். അത് തമിഴ്നാട് KSRTC ബസ്സാ? തമിഴ്നാട് ബസ്സാ? അത് പിടിക്കുമാ? KSRTC തമിഴ്നാട് ബസ് ரொம்ப பிடிக்கும். ஏதா உங்களுக்கு ரொம்ப பிடிக்குது? ரெண்டும் பிடிக்கும். രണ്ടുമേ പിടിക്കുമാ? നീ പെരിയ ആള് താൻ. എനിക്കറിയാവുന്ന തമിഴിൽ ഞാൻ ഇവനോട് ചെറിയ ചെറിയ ഇല്ലേ എൻ്റെ തമിഴുക്ക് ഏതാവത് പ്രശ്നം ഇരിക്കാ? ഇല്ല நல்லதா உன்கிட்ட பேசிட்டு இருக்குது நல்லதா? ஏதாவது தப்பு இருந்தியா? இல்ல அப்ப நான் பயங்கர தமிழ்ல ரொம்ப அறிவாளி தான் இல்ல? ஏட்ட பொண்ணு എന്നെ കൊണ്ട് ഞാൻ തന്നെ തോറ്റു. അപ്പോൾ നമ്മളിത് ഇവിടെ നിന്ന് ഇറങ്ങും കേട്ടോ, ടോസിൽ നിന്ന് ഇറങ്ങുവാണ്. അപ്പോൾ ഇനി നമുക്ക് തിരിച്ച് വണ്ടിപ്പെരിയാർ പോകണം. അപ്പോൾ നമ്മൾ തിരിച്ചും പോകുന്നത് KSRTC ബസ്സിനാണ്. ഇവിടുത്തെ റേറ്റിനെ പറ്റി പറയുവാണെങ്കിൽ ഞാൻ സ്റ്റേ ചെയ്ത് 2500 രൂപയ്ക്കാണ്. അതിൻ്റെ അകത്ത് ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നർ, അതുപോലെ തന്നെ അഡീഷണൽ ബാർബിക്യൂ ഉണ്ടായിരുന്നു. അതിന് 600 റുപ്പീസ് എക്സ്ട്രാ ചാർജ് വന്നു. പിന്നെ അതുകൂടാതെ ഇപ്പോൾ 2 പേരാണെങ്കിൽ 5000 രൂപയാണ് ചാർജ് വരുന്നത് അവർ കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ ആ മെയിൻ റോഡിലേക്ക് എത്തിയിട്ടോ. ഇവിടെയാണ് ഇന്നലെ വന്ന് നമ്മൾ വണ്ടി ഇറങ്ങിയത്. ഇനിയിപ്പോൾ സത്രം എന്നുള്ള ബോർഡ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ ഇടുക്കിയിലൊരു എയർപോർട്ടെന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ കുറേ വീഡിയോസ് വരുന്നുണ്ടല്ലോ, അത് വരുന്നത് ആ ഒരു ഏരിയയിലാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കുറേ നടക്കാനുണ്ട്. അവിടെ നടന്നു കഴിഞ്ഞാൽ ആ ഒരു സ്ഥലത്തോട്ട് ഇല്ല. സംഭവം എന്താണെന്ന് വെച്ചാൽ NCC കാരുടെ ക്യാമ്പും അതുപോലെ തന്നെ ആർമിയുടെ എമർജൻസി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ഹെലിപ്പാഡ് പോലത്തെ ഒരു സംഭവം, കുറച്ചൊരു റൺവേ പോലത്തെ ഒരു എമർജൻസി ചെറു വിമാനങ്ങൾ ഇറങ്ങാവുന്ന ഒരു രീതിയിൽ പണിതേക്കുന്നതാണ്. അപ്പോൾ അത് നമുക്ക് പോകാനുള്ള വണ്ടി വന്നു കേട്ടോ. അപ്പോൾ നമുക്കിത് അങ്ങോട്ട് പോകാനുള്ള വണ്ടി കിട്ടി. സത്രത്തിൽ നിന്നും വണ്ടിപ്പെരിയാറിലേക്ക് റിട്ടേൺ പോകുന്ന വണ്ടിയാണ്. അപ്പോൾ ഈ വണ്ടിക്കാണ് നമ്മൾ അവിടെ നിന്ന് ഇന്നലെ ഇങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ വന്നപ്പോൾ ആ സൈഡിലായിരുന്നു ഇരുന്നായിരുന്നെ. ഇപ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലിരിക്കാം. ഇവിടുത്തെ ഈ സൈഡിലെ കാഴ്ചകൾ കാണാമല്ലോ. കുറേ കൊടും വളവുകളൊക്കെ ഉണ്ട് ഈ റൂട്ടിൽ. അതെല്ലാം കയറി മുന്നോട്ട് പോവാണ്. എസ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ലയങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു പോകുന്ന റൂട്ടിലൊക്കെ ആണെങ്കിൽ ഒരുപാട് ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങളാണ്. എല്ലാ സമയത്തും മഞ്ഞുണ്ടാവും എന്നുള്ള പ്രത്യേകതയാണ് ഈ ഒരു പ്രദേശത്ത് ഞാൻ കാണുന്നത്. മിക്കപ്പോഴും മഞ്ഞായിരിക്കും എപ്പോഴും.
സൈഡിലേക്കെല്ലാം തേയിലത്തോട്ടങ്ങളുടെ അടിപൊളി വ്യൂ കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. അതെ, അപ്പുറം മലയിലൊക്കെ നല്ല പച്ചപ്പ് നിറഞ്ഞ കാഴ്ചകളാണ്. താഴെ കുറേ ലേക്ക് കാര്യങ്ങൾ, ഫുൾ നല്ല തണുത്ത കാലാവസ്ഥയാണ് മൊത്തം. ഈ കാണുന്ന ഏവിറ്റിയുടെ ഫാക്ടറിയാണ്. അതുപോലെ തന്നെ മെയിൻ സ്റ്റോർ അങ്ങനെ കാര്യങ്ങളെല്ലാം ഉണ്ട്. അവിടെ ഏവിറ്റിയുടെ ഫാക്ടറി കാണാം. താഴേക്കുള്ള ഒരു വ്യൂ നോക്കി. താഴേക്കടെ ആ ഒരു ഈ തേയിലത്തോട്ടത്തിൻ്റെ നടുക്കേക്കടെ ഒരു ചെറിയ അരുവി ഒഴുകി വരുന്നുണ്ട് കേട്ടോ. ഫുൾ വ്യൂ ആണ്. ഫുൾ വ്യൂ എന്ന് വെച്ചാൽ ഇഷ്ടംപോലെ ഇങ്ങനെ ലോങ് വ്യൂവിൽ നമുക്ക് ഇങ്ങനെ കാഴ്ചകൾ കണ്ടിരിക്കാം. ബസ്സിൻ്റെ സൈഡ് സീറ്റിൽ ഇരിക്കുവാണെങ്കിൽ, ഈ റൂട്ട് പിടിക്കുവാണെങ്കിൽ മാക്സിമം സൈഡ് സീറ്റിൽ തന്നെ ഇരിക്കാൻ നോക്കുക. ഫ്രണ്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ബസ് പോകുന്ന ഒരു വ്യൂ മാത്രമേ കിട്ടുള്ളൂ. നമ്മളെത്താൻ പോകുന്ന സ്ഥലത്തിൻ്റെ മഞ്ഞുമല എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. ഈ റോഡ് ഈ കാണുന്നതാണ്, ഇങ്ങനെ താഴോട്ടാണ് കാണുന്നത്. ഈ മല ഓരോ മലയും ചുറ്റിക്കറങ്ങിയാണ് റോഡ് വരുന്നത്. ഇവിടുത്തെ ഒരു ക്ലൈമറ്റാണ്. ഓരോ സ്ഥലത്ത് ഓരോ സ്റ്റോപ്പിൽ ചെല്ലുമ്പോൾ ഓരോ ക്ലൈമറ്റായിട്ടാണ് പറഞ്ഞത്. അവിടെ മൂടി നിൽക്കുന്നത്, ഇവിടെ നല്ല വെയിൽ. ഓക്കെ, വഴി ഇങ്ങനെ ചുറ്റിക്കറങ്ങി വളഞ്ഞ് തിരിഞ്ഞ് തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ഇങ്ങനെ ചുറ്റിക്കറങ്ങിയിട്ടാണ് ബസ് വരുന്നത്. കാര്യം കുറച്ച് ദൂരമുള്ളെങ്കിലും ഈ ഓരോ മലകളിലൂടെ കണക്ട് ചെയ്തിട്ടാണ് ഈ റോഡ് വരുന്നതുകൊണ്ട് ഒത്തിരി ചുറ്റിക്കറങ്ങിയാണ് വരുന്നത്. അതുകൊണ്ടൊരു ഫുൾ നമുക്കൊരു സ്ഥലം കാണാൻ പോകാൻ ഏറ്റവും ബെസ്റ്റാണ്. കാരണം എല്ലാ സ്ഥലത്തേക്കിടെ കറങ്ങി അടിച്ച് വരുന്നതുകൊണ്ട് നമുക്ക് തേയിലത്തോട്ടത്തിൻ്റെ മറ്റു വ്യൂ കാര്യങ്ങളൊക്കെ നന്നായിട്ട് കിട്ടും. വണ്ടിപ്പെരിയാർ ടൗണിലേക്ക് എത്തി. വണ്ടിപ്പെരിയാർ സ്റ്റാൻഡിൽ ഇറങ്ങാം. വണ്ടിപ്പെരിയാർ സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് നമുക്കിനി റിട്ടേൺ പോകാം. വണ്ടിപ്പെരിയാർ സ്റ്റാൻഡിൽ നിന്നാണ് നമുക്ക് ഈ പറയുന്ന സത്രമൊക്കെ പോകുന്നത്. അതുപോലെ തന്നെ ഗവിയിൽ നിന്ന് വരുന്ന വണ്ടിയൊക്കെ ഈ വണ്ടിപ്പെരിയാർ സ്റ്റാൻഡിൽ കയറിയിട്ടാണ് പോകുന്നത്. അപ്പം നിങ്ങൾ കുമളിക്ക് പോവാതെ ഇവിടെ ഇറങ്ങുവാണെങ്കിൽ ഗവിയിൽ നിന്ന് വരുന്നവർക്ക്, പത്തനംതിട്ടയിൽ നിന്ന് ഗവിയിൽ നിന്ന് വരുന്നവർക്ക് ഈ ഗവി കഴിഞ്ഞ് കുമളിക്ക് പോവാതെ വണ്ടിപ്പെരിയാർ ഇറങ്ങുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടുന്ന് സത്രം പോയിട്ട് തിരിച്ചു പോവുകയാണെങ്കിൽ ഒരു റൂട്ടും കൂടെ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. കുമളി കോട്ടയം പോകുന്ന വണ്ടി കയറി. അപ്പോൾ കുമളി വണ്ടിപ്പെരിയാറിൽ നിന്ന് കുട്ടിക്കാനം ഇറങ്ങാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ റൂട്ട് പോകുന്നത്. കുമളി കോട്ടയം റൂട്ടിൽ വണ്ടിപ്പെരിയാറിൽ നിന്നും ഞാൻ വണ്ടി കയറിയത് വണ്ടിപ്പെരിയാർ ടു കുട്ടിക്കാനാണ് ടിക്കറ്റ് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മളിത് കുട്ടിക്കാനത്ത് വന്നിറങ്ങി കേട്ടോ. ഈ ബസ്സിനാണ് വന്നത്. അപ്പോൾ ഞാൻ നേരെ ഇനി ഇവിടുന്ന് കട്ടപ്പനയ്ക്കുള്ള ബസ് കാണാം. കുട്ടിക്കാനത്ത് നിന്നും കട്ടപ്പനയ്ക്കുള്ള ബസ്. അതിനിപ്പോൾ എപ്പോൾ വരും എന്നറിയത്തില്ല. ഏതായാലും ഇവിടെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് നമ്മൾ ഏലപ്പാറ എത്തി കേട്ടോ. ഇനി എങ്ങനെ നമുക്ക് തൊടുപുഴ പിടിക്കുക എന്നുള്ളതാണ് ടാസ്ക്. അപ്പോൾ നമ്മുടെ ബസ് ഇത് ഏലപ്പാറയിൽ നിന്ന് തൊടുപുഴയ്ക്ക് പോവാണ്. ഇത് വാഗമൺ വഴിക്കാണ് പോകുന്നത്, കാഞ്ഞാറ് വഴി. അപ്പോൾ എന്താണേലും നമ്മൾ വഴിതെറ്റി വന്നതാണ്. എന്താ വെച്ചാൽ പോകാത്ത വഴി കൂടെയൊക്കെ ചാടി കുറേ ബ്ലോക്കും കിട്ടി ഇവിടെ ഈ റൂട്ട് വന്നതാണ്. നമ്മൾ ഈ റൂട്ട് വരുന്നത് പ്രതീക്ഷിച്ചല്ല, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഈ റൂട്ടിലേക്ക് എത്തിയതാണ്.
നമ്മളിപ്പോൾ ഈ വാഗമണിൽ അഡ്വഞ്ചർ പാർക്ക് എത്താറ് കേട്ടോ. ഈ കാണുന്ന കേട്ടോ വാഗമൺ പള്ളി വരുന്നത്. തേയിലത്തോട്ടത്തിൻ്റെ നടുക്കാണ് ആ പള്ളി വരുന്നത്. ഒരു അടിപൊളി വ്യൂ ഉള്ളൊരു ഏരിയയും അതുപോലെ തന്നെ ഒരു സൂപ്പർ ലൊക്കേഷനിലാണ് ആ പള്ളി ഇരിക്കുന്നത് തന്നെ. ജാമായി നല്ല കയറ്റത്തിൽ നമ്മൾ തൊടുപുഴ മൂലമറ്റം വഴിക്ക് പോകുന്നത്. നമ്മൾ നേരത്തെ ഈ ഒരു റൂട്ടിലൊരു വീഡിയോ ചെയ്തേക്കുന്നതാണ്. നമ്മൾ മറ്റേ വാഗമൺ പോണ ബസ്സിൻ്റെ. നമ്മളങ്ങനെ മൂലമറ്റം ഡിപ്പോയിലേക്ക് എത്തിയിട്ടോ. അങ്ങനെ നമ്മൾ തൊടുപുഴ ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയിട്ടോ. നമ്മുടെ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ ഗ്ലാസ് ക്യാമ്പിലുള്ളൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഒരു വ്യത്യസ്തമായിട്ടുള്ള അനുഭവമായിരുന്നു. കാരണം കേരളത്തിൽ തന്നെ അല്ല, ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഗ്ലാസ് ഹൗസ് സ്റ്റേ ആണ് ടോസ് സത്രത്തിലുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതുപോലെ ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിട്ട് ഇനിയും വരാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ചെറിയ സഹായം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി അടിക്കുക. എങ്കിൽ മാത്രമേ ഞാനെടുത്ത വീഡിയോ നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ. അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പറ്റുമെങ്കിൽ വാട്സപ്പ് സ്റ്റാറ്റസൊക്കെ ആയിട്ടൊന്ന് ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ.